നമസ്കാരം, ഞാൻ സന്തോഷ് മാത്യു. 2020 ഒരു പ്രവർത്തകനാണ് ഇടത്തല പഞ്ചായത്തിൽ. ഞാനിപ്പോൾ ലൈവിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടത്തല പഞ്ചായത്തിൽ നിന്നും 24 വാർഡിലും 2020 ജനപ്രതിനിധികൾ ജനവിധി നേടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇടത്തല പഞ്ചായത്തിൻ്റെ വികസനങ്ങളെ, മുടങ്ങിക്കിടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ അതിന് പൂർത്തീകരിച്ച് ഇടത്തല പഞ്ചായത്തിന് ഒരു നവീകരണം ഉണ്ടാക്കുകയും സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കുകയും പഞ്ചായത്തിൻ്റെ ഓഫീസ് തന്നെ ഒരു നല്ലൊരു നവീകരണം പോലെ ചെയ്യുവാനും ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിവിധ വാർഡുകളിലായിട്ട് 2020 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുക്കൽ വോട്ട് ചോദിച്ച് വോട്ട് അഭ്യർത്ഥിച്ച് കടന്നു വരുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്താതെ, മാങ്ങയാണ് നമ്മുടെ ചിഹ്നം, ആ മാങ്ങ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും നിങ്ങളുടെ സമ്മതിദാന അവകാശങ്ങൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ ഇടത്തല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ നാട് ഒരു വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് ഉയരണം. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ വികസനങ്ങളും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇടത്തല പഞ്ചായത്തിലും 2020 കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചത്. ഞങ്ങളെല്ലാം മുൻപ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കുറ്റം പറയുന്നില്ല. കാരണം നമുക്ക് പറ്റിയൊരു മേഖലകളല്ലാത്തതുകൊണ്ടും നമ്മളാരെയും കുറ്റം പറയുന്നില്ല. കാരണം ഇത് ജനങ്ങളുടെ പൈസയാണ്. ജനങ്ങളുടെ പൈസ ജനങ്ങളുടെ കയ്യിലേക്ക് നികുതി പണം അവരിലേക്ക് തന്നെ വികസന പ്രവർത്തനങ്ങളായിട്ട് എത്തിക്കുക എന്ന ഒരൊറ്റ മാർഗത്തോടെയാണ് 2020 ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 2014 കിഴക്കമ്പലത്തിൽ 15 2020 അധികാരത്തിൽ വരുമ്പോൾ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35 ലക്ഷം രൂപ കടബാധ്യതയായിരുന്നു. എന്നാൽ ഇന്ന് അത് 32 കോടി രൂപ ലാഭവിഹിതത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഇലക്ഷൻ എടുത്തപ്പോൾ ചില വ്ളോഗർമാർ കിഴക്കമ്പലത്തെ ചില റോഡുകൾ എടുത്തു കാണിക്കുന്നു. ഈ വ്ളോഗർമാർ സത്യസന്ധമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നല്ല പ്രവർത്തനങ്ങളും എന്തുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതും ഇതിൻ്റെ കാരണക്കാരാരാണെന്നും കൂടെ ചൂണ്ടിക്കാണിക്കണ്ടേ. അവരെല്ലാ ആരോപണങ്ങളും 2020 മേളിലാണ് അടിച്ചേൽപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന റോഡുകൾ, ആ പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ റോഡുകളും തോടുകളും കുളങ്ങളും വളരെ മനോഹരമായി വൃത്തിയാക്കുകയും വളരെ മനോഹരമായി അതിൻ്റെ മെയിൻ്റെനൻസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ കാണിക്കുന്ന റോഡുകളെല്ലാം MLA പരിധിയിൽപ്പെട്ടതും MLAയുടെ സാങ്ഷൻ അനുവദനീയമായ റോഡുകളാണ് ഇവർ കാണിക്കുന്നത്. അവിടുത്തെ MLA എന്ന് പറയുന്നത് ബഹുമാന്യനായ ശ്രീനിജനാണ്. അദ്ദേഹമാണ് ആ റോഡിന് PWD റോഡ് പഞ്ചായത്തിൻ്റെ മുൻപിലൂടെ PWD റോഡിൻ്റെ PWDയുടെ അധികാര പരിധിയിലൂടെ പോകുന്ന റോഡുകൾ അത് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിലും അത് ടാർ ചെയ്യണമെങ്കിലും അതിൻ്റെ അധികാരം MLA ആണ് അതിനുള്ള ഓർഡിനൻസ് നമുക്ക് തരേണ്ടത്. അദ്ദേഹം അത് മുടക്കിയിട്ടതുകൊണ്ടും അതുപോലെ അദ്ദേഹത്തോട് കൂടെ നിന്നുകൊണ്ട് ചില സാമൂഹ്യ വിരുദ്ധർ അവിടുത്തെ റോഡുകളും വഴികളും അവർക്ക് വേണ്ട 2020 വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 2020 ഇത് ചെയ്തു കഴിഞ്ഞാൽ 2020യുടെ ഭരണ മികവായി മാറുമെന്നുള്ളത് കൊണ്ടും അവരത് മുടക്കിയിട്ടിരിക്കുകയെന്നാണ്. അപ്പോൾ കിഴക്കമ്പലത്തെ ജനങ്ങളത് മനസ്സിലാക്കണം. ഇത് നമ്മുടെ നന്മ, നമ്മുടെ വരും തലമുറ അനുഭവിക്കേണ്ട നന്മകളാണ് ഇവർ മുടക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ തൊക്കെ ഇടയാകണം. ഞാൻ ചോദിക്കട്ടെ, ഇന്നിവർ പറയുന്നു സാബു എം ജേക്കബ് 2020യുടെ സംസ്ഥാന പ്രസിഡന്റ് സാബു എം ജേക്കബ് ഒരു കോർപ്പറേറ്റ് മുതലാളിയാണെന്ന് ഇവർ ആരോപിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇടതുപക്ഷത്തിലുമായിട്ട് കോൺഗ്രസിലായിക്കോട്ടെ ഒരു കോർപ്പറേറ്റ് മന്ത്രിമാരോ MLAമാരോ ഇല്ലാത്തൊരു നേതാക്കന്മാർ ഇന്ന് അതിനകത്തുണ്ടോ? ഇങ്ങേയറ്റം വാർഡ് മെമ്പറുടെ വരെ ആസ്തി നാം സത്യസന്ധമായി പരിശോധിച്ചു കഴിഞ്ഞാൽ, വില്ലേജുകളിലെല്ലാം സത്യസന്ധമായി അതിൻ്റെ വിവരാവകാശ രേഖ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഇവർ പറയുന്ന ഈ കോർപ്പറേറ്റ് മുതലാളി ഇവരും അതിൽ പെടുവാൻ തൊക്കെ ഇടയാകും. 2020യുടെ സംസ്ഥാന പ്രസിഡന്റായ സാബു എം ജേക്കബിന് ഒരു പാർട്ടി നടത്തിക്കൊണ്ട് കൈയിട്ട് വാരിക്കൊണ്ട് ഒരു അധികാരത്തിൻ്റെ പരിധിയിൽ നിന്ന് ജനങ്ങളുടെ ജനങ്ങളുടെ നികുതി പണം കൈയിട്ട് വാരേണ്ട ആവശ്യം 2020യുടെ സംസ്ഥാന പ്രസിഡന്റായ സാബു എം ജേക്കബിനില്ല. കാരണം
അദ്ദേഹത്തിൻ്റെ അപ്പനപ്പന്മാരും മുഖാന്തരം തലമുറയായി കൈമാറിയ ഒരു ബിസിനസ് സാമ്രാജ്യം അവർക്കുണ്ട്. അതിനകത്ത് അവർ അധ്വാനിക്കുന്നവൻ്റെ വില എന്താണെന്നും വിയർപ്പിൻ്റെ വില എന്താണെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് സാബു എം ജേക്കബും അവരുടെ കുടുംബവും ജീവിക്കുന്നത്. അവർക്ക് അധികാരത്തിൻ്റെ പരിധിയിൽ കിടന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ നികുതി പണം കൈയിട്ട് വരേണ്ട ആവശ്യമില്ല. സാബു എം ജേക്കബിന് 2020 എന്ന പ്രസ്ഥാനം സംസ്ഥാനത്തുടനീളം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോർപ്പറേറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മേലാളിത്തം അവസാനിക്കുകയും അവരുടെ അക്രമവും അനീതിയും അവസാനിക്കും, അവരുടെ സുഖലോല വാഴ്ച അവസാനിക്കുകയും ചെയ്യുമെന്ന് കോൺഗ്രസിലെയും CPM-ലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനത്തിലെയും നേതാക്കന്മാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് നഖശികാന്തം ഇവർ 2020 എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2020 രാഷ്ട്രീയം തികച്ചും സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടാണ് വരുന്നത്. ഈ പ്രസ്ഥാനത്തിനെ നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങളുടെ ഓരോ വോട്ടുകളും മാമ്പഴം അടയാളത്തിൽ രേഖപ്പെടുത്തി 2020 വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ജയ് 2020.